കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ഗുരുതര ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയത്. എം ഹസൻ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു ആരോപണം. ബുധനാഴ്ച കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന പെരിയ ഗംഗാധരൻ നായർ അനുസ്മരണ പരിപാടിക്കിടെയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് കോൺഗ്രസ് നേതാക്കൾ മുക്കിയെന്ന ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയത്. UDFനും മണ്ഡലം പ്രസിഡന്റുമാർക്കും ബ്ലോക്ക് പ്രസിഡന്റുമാർക്കുമെല്ലാം ആവശ്യമായ പണം നൽകിയിരുന്നു. എന്നാൽ വിദ്വാൻമാരായ ചിലർ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകേണ്ട പണം തട്ടിയെടുത്തു. ആരെയും വെറുതെ വിടില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ചില ആളുകൾ ഫോണിൽ സൂചിപ്പിക്കാൻ വേണ്ടി MP വിളിച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ചില വിദ്വാൻമാരും വിദ്വകളും അതൊക്കെ ഇരിക്കട്ടെ. പിന്നെ കുറെ വിദ്വാൻമാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ ബൂത്തിന് കൊടുക്കാതെ അത് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ മണ്ഡലം ബസ്സുമാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. DC ബസ്സിന് അറിയാം, മണ്ഡലം ബസ്സിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ബസ്സിന് ആവശ്യമുള്ള കൊടുത്തു, UDFന് ആവശ്യമുള്ള കൊടുത്തു. ബൂത്തിൽ കൊടുക്കാൻ കൊടുത്ത പൈസ ബൂത്തിനുള്ള പൈസ, അതൊന്നും എടുത്ത് മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. ആ സമ്മതിച്ച ആളുകളെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട, ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട, അതാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഡിലീറ്റ് ചെയ്ത് മനസ്സിലായോ? പ്രസംഗം മൊബൈലിൽ ചിത്രീകരിക്കുന്നത് തടയാൻ ഉണ്ണിത്താൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. UDF കൺവീനർ M ഹസന്റെയും ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉണ്ണിത്താന്റെ വിമർശനം. കാസർകോട്ടെ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ചില പൊടിക്രിയകൾ ചെയ്തുവെന്നുമുള്ള ആരോപണവുമായി ഉണ്ണിത്താൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ആരോപണം കൂടി ഉയർന്നതോടെ കാസർകോട്ടെ കോൺഗ്രസിനകത്തെ പോര് വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമെന്നുറപ്പാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.